എല്ലാവർക്കും നമസ്കാരം. 4ാം ക്ലാസ്സിലെ പരിസര പഠനം കലകളുടെ നാട്. ഇന്നത്തെ വർക്ക്ഷീറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരുമയുടെ ഓണം. ഓണം എന്തുകൊണ്ടാണ് കൂട്ടായ്മയുടെ ആഘോഷമെന്ന് പറയുന്നത്? ഇതായിരുന്നു ഒന്നാമത്തെ വർക്ക്ഷീറ്റ്. അപ്പോൾ ഓണം നമ്മുടെ ദേശീയോത്സവമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഓണത്തിനാണ് നമ്മൾ ബന്ധുക്കളൊക്കെ ഒരുമിച്ച് കൂടി എല്ലാവരും സന്തോഷം പങ്കിടുന്നത് അല്ലേ? അപ്പോൾ ഓണത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അത്തം മുതൽ നമ്മൾ പൂക്കളം ഇട്ട് തുടങ്ങും. അപ്പോൾ പൂക്കളം ഇടുന്നതിനൊക്കെ നമ്മൾ ഒരുമിച്ചാണ് പൂക്കൾ പോയി ശേഖരിക്കുന്നതും പൂക്കളം ഇടുന്നതും ഒക്കെ ഒരുമിച്ചാണ് അല്ലേ? അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് ഓണസദ്യ ഒരുക്കലാണ്. വീട്ടിൽ ഒരാൾ മാത്രമായിട്ടാണ് ഓണസദ്യ ഒരുക്കുന്നത്? അല്ല, എല്ലാവരും ചേർന്നാണ് ഓണസദ്യ ഒരുക്കുന്നത്. ഓണസദ്യ ഒരുക്കാനും പൂക്കളുടെ ശേഖരണം, അത്തപ്പൂക്കളം ഇടാൻ, അതുപോലെ എല്ലാം കഴിയുമ്പോൾ അമ്മമാരൊക്കെ ചേർന്ന് കൈകൊട്ടിക്കളി ഉണ്ടാകും അല്ലേ? തിരുവാതിരകളി. അപ്പോൾ അതും ഒരുമിച്ചാണ് ചെയ്യുന്നത്. അതുപോലെ നിരവധി ഓണക്കളികൾ നമ്മൾ നടത്താറുണ്ട്. ഓണക്കളികളിലൊക്കെ എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് നടത്തുന്നത്. അതുപോലെ ഊഞ്ഞാലാട്ടത്തിനും പ്രായഭേദമന്യേ പല വീടുകളിലും ഊഞ്ഞാലാട്ടം നടത്തുന്നതും എല്ലാവരും ഒരുമിച്ചാണ്. അതുകൊണ്ടാണ് ഓണം ഒരുമയുടെ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ ആഘോഷമെന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രവർത്തനം നാടൻ കളികൾ. നാടൻ കളികളെക്കുറിച്ചും അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ചും കളി ഉപകരണങ്ങളെക്കുറിച്ചും എഴുതാനായിരുന്നു അല്ലേ? ഒന്നാമത്തെ ലഹോറി എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. അതിനെന്തൊക്കെയാണ് ഉപകരണങ്ങൾ? പന്തും ചില്ലുകൾ, 7 ചില്ലുകളും ചേർന്നിട്ടാണ് നമ്മൾ ലഹോറി കളിക്കുന്നത്. പിന്നെ ഗോലികളി. ഗോലികളിയിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഗോലിയാണ് നമ്മൾ ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ വടംവലി. വടംവലി മത്സരത്തിന് ഏറ്റവും പ്രധാനം വേണ്ടുന്ന എന്താണ്? കയറ് അല്ലേ? വടം. പിന്നെ കക്കുകളി. കക്കുകളിയിൽ ഇതുപോലെ ചെറിയ ഓടിൻ്റെ കഷ്ണങ്ങളോ ടയലിൻ്റെ പീസൊക്കെ ഇട്ട് നമ്മൾ കളിക്കാറുണ്ട്. അതുപോലെ കുട്ടിയും കോലും കളി. കുട്ടിയും കോലും കളിയാകുമ്പോഴത്തേക്കും അതിന് ചെറിയ 2 കമ്പുകൾ, ഒരു നീളമുള്ള കമ്പും ഒരു നീളം കുറഞ്ഞ കമ്പ് നമ്മൾ ഉപയോഗിക്കുന്നു. പിന്നെ കല്ലുകളി. കല്ലുകളിക്ക് എന്താണ്? കല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കങ്ങനെ നാടൻ കളികളും കളി ഉപകരണങ്ങളെക്കുറിച്ചും എഴുതാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയുടെ വിവരണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നോക്കാം. ഒളിച്ചുകളി, അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ നമുക്ക് സാറ്റുകളി എന്ന് പറയും. ഒരു കൂട്ടം കുട്ടികൾ ഒരുമിച്ച് കളിക്കുന്ന കളിയാണ് ഒളിച്ചുകളി അഥവാ സാറ്റുകളി. അതിൽ ഒരാൾ കണ്ണടച്ച് ഏതെങ്കിലും മരത്തിനോട് അല്ലെങ്കിൽ ചുമരിനോട് അഭിമുഖമായി നിന്ന് മുൻകൂട്ടി നിശ്ചയിച്ച സംഖ്യ വരെ എണ്ണുന്നു. ഉദാഹരണത്തിന് 1 മുതൽ 50 വരെ. ഈ സമയത്തിനുള്ളിൽ മറ്റുള്ളവർക്ക് ഒളിക്കാം. എണ്ണിത്തീരുന്നതനുസരിച്ച് എണ്ണിയയാൾ മറ്റുള്ളവരെ കണ്ടെത്തണം. എല്ലാവരെയും കണ്ടെത്തിയാൽ ആദ്യം കണ്ടെത്തപ്പെട്ടയാളാണ് തുടർന്ന് എണ്ണേണ്ടത്. എന്നാൽ മറ്റുള്ളവരെ കണ്ടെത്താനായി നീങ്ങുന്നതിനിടയിൽ ഒളിച്ചിരുന്നവരിൽ ആരെങ്കിലും പെട്ടെന്ന് വന്ന് മൂലസ്ഥാനത്ത് തൊട്ടാൽ എണ്ണിയ ആൾ വീണ്ടും എണ്ണേണ്ടി വരുന്നു. ചിലയിടങ്ങളിൽ ഈ കളിയെ സാറ്റ് എന്ന് പറയുന്നു. അവിടങ്ങളിൽ എണ്ണിയ ആൾ മറ്റുള്ളവരെ കണ്ടുപിടിച്ചുകൊണ്ട് ആ മരത്തിന്മേൽ തൊട്ട് സാറ്റ് എന്ന് പറയണം. ഇങ്ങനെ മുഴുവൻ പേരെയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആൾ പിന്നീട് എണ്ണുക. അങ്ങനെ കളി തുടരാം. പക്ഷേ കണ്ടുപിടിക്കുന്നതിനിടയിൽ ഒളിച്ചവരിൽ ആരെങ്കിലും എണ്ണിയ ആൾ മരത്തിൽ തൊട്ട് അയാളുടെ പേര് പറയുന്നതിന് മുൻപ് ഓടി വന്ന് മരത്തിൽ തൊട്ടാൽ എണ്ണിയ ആൾ വീണ്ടും 25 വരെ എണ്ണണം. അങ്ങനെ ഓരോ ആൾക്കും 25 വീതം എണ്ണണം. വളരെ രസകരമായുള്ളതും പ്രചാരമുള്ളതുമായ ഒരു നാടൻ കളിയാണിത്. ഈ കളിയെ അമ്പസ്ഥാനി എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത്രയായിരുന്നു പ്രവർത്തനങ്ങൾ. പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു.